അപ്പം ഞങ്ങളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ നന്നായിട്ടില്ലേ? നല്ല രസമായിട്ടില്ലേ? ഇത് ഞങ്ങൾ സ്വന്തമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കുറച്ച് സമയം കൊണ്ട് ഈസി ആയിട്ട് എങ്ങനെ ഇത് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. എല്ലില്ലാത്ത ചിക്കൻ പീസ് 1 കിലോ, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, അല്പം ഉപ്പ്, ഇവ ചേർത്ത് 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2 വിസിലടിച്ച് എടുക്കുക. ഇത് ഇറച്ചി ചതച്ചെടുക്കണം. ഉരുളക്കിഴങ്ങ് ഇറച്ചി വെന്ത വെള്ളത്തിൽ തന്നെ നമുക്ക് വേവിച്ചെടുക്കാം, ഒന്നും ചേർക്കേണ്ടതില്ല. പച്ചമുളക്, മല്ലിയില, അതേപോലെ ഉള്ളി, ഇവയെല്ലാം നമുക്കൊന്ന് ചതച്ചെടുക്കണം. ഒരു 5 പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കി പൊടിയാക്കി എടുക്കണം. ചട്ടി വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇടാം. പിന്നെ നമ്മൾ കറിവേപ്പില, പുതിന, ഉള്ളി ഇതെല്ലാം ചതച്ച് വെച്ചത്, പച്ചമുളക് ഇതെല്ലാം ചതച്ച് വെച്ചത് നമുക്കിട്ട് ചേർത്തിളക്കി കൊടുക്കാം. ചിക്കൻ അതിൻ്റെ കൂടെ ചേർത്തിളക്കാം. അതിനുശേഷം വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി ചേർത്ത് എടുക്കാം. ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് വയ്ക്കാം. അതിനുശേഷം കയ്യിൽ അല്പം വെള്ളം തടവി നമുക്ക് ഇത് റൗണ്ടാക്കി എടുത്ത് കോഴിമുട്ടയിൽ വെച്ച ശേഷം ബ്രെഡിൽ പൊതിഞ്ഞ് ഇതുപോലെ വയ്ക്കണം. അതിനുശേഷം എണ്ണ വെച്ച് നമുക്കിത് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. 2-3 പ്രാവശ്യം നമ്മളിങ്ങനെ മറച്ചിട്ട് കൊടുക്കണം, കരിഞ്ഞു പോകരുത്. ശ്രദ്ധിച്ച് മറിച്ചിട്ട് കൊടുക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് കാണും പോലെയല്ല, വളരെ ഈസിയാണ്. എനിക്കിത് ഫസ്റ്റിലൊക്കെ ഉണ്ടാക്കാൻ അത്ര പ്രയാസമായിരുന്നു, കുറച്ച് പ്രയാസമൊക്കെ ആയിരുന്നു. അപ്പോൾ മടിയായിരുന്നു ഉണ്ടാക്കാനായിട്ട്. പക്ഷേ ഇപ്പോൾ ഇതുപോലെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്ന പോലെ ചെയ്ത് നോക്കുമ്പോൾ വളരെ ഈസിയാണ്. എങ്ങനെയുണ്ട് കട്ട്ലറ്റ്? നല്ല സൂപ്പർ കട്ട്ലറ്റ്. നന്നായിട്ടുണ്ട് അല്ലേ? നന്നായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ കട്ട്ലറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ദേ നന്നായിട്ടില്ലേ? നല്ല രസമായിട്ടില്ലേ? ഇത് ഞങ്ങൾ സ്വന്തമല്ല കേട്ടോ, ഞങ്ങളുടെ ഒരു ഫ്രണ്ടും കൂടി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവരുടെ ഒരു രീതിക്കാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒഴിച്ചോ. നന്നായിട്ടുണ്ട്. ഇടയ്ക്ക് ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസമാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് വെജിറ്റബിളിലും ഉണ്ടാക്കാം കേട്ടോ, അതും നല്ല രസമാണ്, നല്ല ടേസ്റ്റ് തന്നെയാണ്. അത് നല്ല രസമായിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. ബൈ.